പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവ് അറസ്റ്റിൽ. കുടക് സ്വദേശിയായ 48-കാരനെയാണ് ഹൊസദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു മാസം മുമ്പ് ഗൾഫിലേക്ക് പോയി ഇയാളെ പോലീസ് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം വാടക വീട്ടിലായിരുന്നു ഇയാളുടെ താമസം. ഒരാഴ്ച മുമ്പാണ് 15-കാരി വീട്ടിൽ പ്രസവിച്ചത്. പെൺകുട്ടിയുടെയും മാതാവിന്റെയും മൊഴിയെടുത്തെങ്കിലും പ്രതി ആരാണെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിരുന്നില്ല. തുടർന്ന് അന്വേഷണത്തിൽ പിതാവാണ് പ്രതിയെന്ന് കണ്ടെത്തുകയായിരുന്നു. യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കരൂപ്പടന്ന നെടുങ്ങാണത്തുകുന്നിലാണ് സംഭവം. വലിയകത്ത് നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയെ തുടർന്നാണ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി പിടിയിൽ. മൈലക്കാട് സ്വദേശി സുനിൽകുമാറാണ് കൊല്ലം സിറ്റി പോലീസിന്റെ പിടിയിലായത്. തിങ്കളാഴ്ച രാത്രിയാണ് കോട്ടയത്ത് നിന്നും കൊല്ലത്തേക്ക് വരികയായിരുന്ന യുവതിക്ക് നേരെ പ്രതി നഗ്നതാ പ്രദർശനം നടത്തിയത്. ഇയാളുടെ പ്രവർത്തികൾ യുവതി മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങളുടെയും പരാതിക്കാരുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. 84 വയസ്സുകാരിയെ ജാതിത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോട്ടുവ കൃഷ്ണൻകുട്ടി റോഡിൽ മനക്കപ്പടി അന്നമ്മയാണ് മരിച്ചത്. തോട്ടുവയിൽ പെരിയാറിന് സമീപമുള്ള പുരയിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല. മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കൊല്ലത്ത് യുവതി ആൺസുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. കൊല്ലം ആയൂരിലാണ് 21-കാരി കാരാളിക്കോണം കോമൺ പ്ലോട്ടിലെ അഞ്ജനയെ ആൺസുഹൃത്തിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 7 മാസം മുമ്പാണ് നിഹാസ് എന്ന യുവാവിനൊപ്പം അഞ്ജന താമസിക്കാൻ തുടങ്ങിയത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് നിഹാസ്. പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും വിളിച്ചു വരുത്തുകയായിരുന്നു. കോടതിയിൽ വെച്ച് യുവാവിനൊപ്പം പോകാനാണ് താല്പര്യമെന്ന് പെൺകുട്ടി അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് വിവരം. എന്നാൽ മരണകാരണം വ്യക്തമല്ല. രാത്രി എല്ലാവർക്കും ഒപ്പം ഉറങ്ങാൻ കിടന്ന +2 വിദ്യാർത്ഥിയെ നേരം പുലർന്നപ്പോൾ കാണാനില്ല. വടകര തിരുവള്ളൂർ ചാനിയംകടവ് സ്വദേശി ചെറുവോട്ട് മീത്തേൽ 17-കാരൻ ആദിഷ് കൃഷ്ണയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കാണാതായത്. ആദിഷിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കോഴിക്കോട് വടകര മാഹി കനാലിൽ സ്ത്രീയുടെ മൃതദേഹം അഴുകിയ നിലയിൽ. തോടന്നൂർ കൗന്തൻ നടപ്പാലത്തിനടുത്താണ് ദിവസങ്ങൾ പഴക്കമുള്ള അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. നൈറ്റ് ധരിച്ച നിലയിൽ കമിഴ്ന്നു കിടക്കുന്ന മൃതദേഹത്തിന്റെ മുഖം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ തലയിൽ വെള്ള തോർത്തുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇടത് കൈയിൽ കറുപ്പും കാവിയും ചരടും കെട്ടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പത്തനംതിട്ടയിൽ 16-കാരി ഗർഭിണി. ബന്ധുവായ സഹപാഠിക്കെതിരെ പോക്സോ കേസ്. വിദ്യാർത്ഥി പഠനത്തിൽ താൽപര്യം കാണിക്കാത്തതും ക്ലാസ്സിൽ ഹാജരാകാത്തതും അധ്യാപകനാണ് ആദ്യം ശ്രദ്ധിച്ചത്. അവർ ചൈൽഡ് ലൈൻ വഴി കൗൺസിലിംഗിന് വിധേയമാക്കി. ഇതോടെയാണ് പീഡന വിവരം പുറത്തുവന്നത്. പെൺകുട്ടി 6 മാസം ഗർഭിണിയാണെന്നാണ് വിവരം. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ പോലീസ് യുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി.